Hello everyone. Next topic. Next topic is physical examination last test, that is specific gravity. Specific gravity നമ്മൾ CSF specific gravity measure by using refractometer or weighing method use ചെയ്തിട്ട് നമുക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് specific gravity measure ചെയ്യാം. Okay. So in next one is microscopic examination of CSF. So microscopic examination, mainly microscopically നമ്മൾ കൗണ്ട് ആണ് ചെയ്യുന്നത്. ടോട്ടൽ ലുക്കോസൈറ്റ് കൗണ്ടും ഡിഫറൻഷ്യൽ കൗണ്ടും ആണ് നമ്മൾ മെയിൻ ആയിട്ട് രണ്ടെണ്ണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ടോട്ടൽ ലുക്കോസൈറ്റ് കൗണ്ട്. ടോട്ടൽ WBC കൗണ്ട് നോർമലി കുറച്ച് എമൗണ്ട്, അതായത് ലെസ് ദാൻ 5 കുറച്ച് എമൗണ്ട് എന്തുണ്ട് CSFൽ WBC ഉണ്ട്, നോർമലി ഉണ്ട്. അതിൽ ഇൻക്രീസ് ചെയ്യുന്നത് ഇൻ ഡിസീസ് കേസിലാണ്. സോ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യണം. ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ CSF എന്ന് പറയുന്ന സാമ്പിൾ വേണം. ഈ CSF നല്ല ക്ലിയർ വാട്ടറി നമ്മളെ നോർമൽ ഉള്ള പോലെ തന്നെ ക്ലിയർ ആണെങ്കിൽ യൂസ് ഇറ്റ് അൺഡയലൂട്ടഡ്. ഡയലൂഷൻ ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്യാതെ നമുക്കത് ഡയറക്റ്റ്ലി കൗണ്ടിങ് ചേംബറിലേക്ക് ചാർജ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇഫ് CSF ഈസ് ക്ലിയർ. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ക്ലൗഡി, നല്ല ക്ലൗഡി CSF ആണെങ്കിൽ നമ്മളത് ഡയലൂട്ടിങ് ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ട് 1:20 റേഷ്യോയിൽ ഡയലൂഷൻ ചെയ്യണം. ഓക്കെ, ആൻഡ് ദിസ് ടോട്ടൽ ലുക്കോസൈറ്റ് കൗണ്ട് ആൻഡ് ഡിഫറൻഷ്യൽ ലുക്കോസൈറ്റ് കൗണ്ട് ഇസ് നമുക്ക് അതൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്ത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്, ഡിസോർഡർ ആണ് എന്നൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Okay, and increase in cell count, total leukocyte count in CSF is called pleocytosis. And for correct result, the cell count should be done as soon as possible after collection of CSF. Since താമസിച്ച എന്തിനൊക്കെ കാരണമാകും, cellular disintegration occur rapidly. At room temperature, granular cells start to degenerate within an hour of collection of CSF. പിന്നെ ഇത് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊരിക്കലും ഗ്ലാസ് ബോട്ടിലേക്ക് കളക്ട് ചെയ്യാൻ പാടില്ല, ഗ്ലാസ് ട്യൂബിലേക്ക് കളക്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദ സെൽസ് ഓൾസോ സ്ട്രോങ്ലി അഡ്ഹിയർ ടു ദ വാൾ ഓഫ് ദ ഗ്ലാസ് ട്യൂബ്. Okay, and therefore sample for such analysis should be collected in plastic tube. അപ്പോൾ സെൽസ് ഒക്കെ ഗ്ലാസ് ട്യൂബിൽ കളക്ട് ചെയ്താൽ ഈ WBC ലുക്കോസൈറ്റ് ഒക്കെ ഗ്ലാസ് ട്യൂബിലൊക്കെ അഡ്ഹിയർ അവിടെ ഒട്ടി നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ട് ചെയ്താലും നമുക്ക് എക്സാക്ട് റിസൾട്ട് കിട്ടില്ല. സോ CSF എക്സാമിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൗണ്ടിന് വേണ്ടിയിട്ടൊക്കെ കളക്ട് ചെയ്യുമ്പോൾ നമ്മളത് വേറെ തന്നെ പ്ലാസ്റ്റിക് ട്യൂബിൽ എന്തായാലും കളക്ട് ചെയ്യണം. ഓക്കെ, ദ CSF സ്പെസിമെൻ collected in tube should be used. നമ്മൾ തേർഡ് ട്യൂബ്, ഫസ്റ്റ് ട്യൂബ്, സെക്കൻഡ് ട്യൂബ്, തേർഡ് ട്യൂബ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം മെയിൻ ആയിട്ട് ഈ തേർഡ് ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ CSF മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് ട്യൂബ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് നോ ഡയലൂഷൻ ഓഫ് CSF യൂഷ്വലി റിക്വയർ. സാധാരണ കേസിൽ ഡയലൂഷൻ്റെ ആവശ്യമില്ല, പക്ഷെ ക്ലൗഡി ആണെങ്കിൽ അവിടെ എന്ത് വേണം, ഡയലൂഷൻ വേണം. എ ഡയലൂട്ടഡ് should be used only if CSF is cloudy and likely to contain increased leukocyte. And method, നമുക്ക് ഈ മെയിനായിട്ട് രണ്ട് ചേംബർ യൂസ് ചെയ്തിട്ടും കൗണ്ട് ചെയ്യാം. ഫസ്റ്റ് റോസെൻ്റൽ കൗണ്ടിങ് ചേംബർ യൂസ് ചെയ്യാം. സാധാരണ നമ്മുടെ ഇംപ്രൂവ്ഡ് ന്യൂപാർ കൗണ്ടിങ് ചേംബർ യൂസ് ചെയ്തിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. സോ കൗണ്ടിങ് ചേംബറായിട്ട് നമുക്ക് ഇത് രണ്ടും റിക്വയർമെൻറ്റ്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ആൻഡ് ഓട്ടോമാറ്റഡ് സെൽ കൗണ്ടറും ഇപ്പോൾ ലാബിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് എന്ത് വേണം, കവർ സ്ലിപ്പ് വേണം. പിന്നെ 1 ml ഗ്രാജുവേറ്റഡ് പിപ്പറ്റ് വേണം. പിന്നെ ഈ ഇറ്റ് ഈസ് ക്ലൗഡി ആണെങ്കിൽ നമുക്കത് ഡയലൂട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ടെർസ് ഫ്ലൂയിഡ്. ഓക്കെ, ടെർസ് ഫ്ലൂയിഡ് കണ്ടെയ്ൻ ഗ്ലേഷ്യൽ അസിഡിക് ആസിഡ് 4 ml, മെത്തിലീൻ ബ്ലൂ 10 drop, ആൻഡ് അത് മേക്കപ്പ് ചെയ്യണം. 200 ml ഡിസ്റ്റിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യണം. ആൻഡ് ദിസ് ടെർസ് സൊല്യൂഷൻ്റെ മെയിൻ പ്രത്യേകത ഈസ് ടു റിമൂവ് RBC ആൻഡ് സ്റ്റെയിൻ ദി WBC. Okay, and CSF sample should be properly mixed. If CSF is clear, it is not diluted. If CSF appear cloudy or turbid, it should be diluted. Okay, make dilute നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന ഫോം 1:20 റേഷ്യോയിലാണ് നമ്മൾ ഡയലൂട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് WBC. സാധാരണ മെത്തേഡ് ഇല്ല, WBC ചേംബർ യൂസ് ചെയ്തിട്ട്, WBC ചേംബർ അല്ല, നമുക്ക് ന്യൂബാർ കൗണ്ടിങ് ചേംബർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് റോസെൻ്റൽ കൗണ്ടിങ് ചേംബർ യൂസ് ചെയ്യാം. സോ ചേംബർ യൂസ് ചെയ്യാം, WBC പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ടെർസ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക്
ഡയലൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഡ്രോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഡയലൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രോ CSF അപ് ടു 0.5 മാർക്ക് ആൻഡ് ഡയലൂട്ടിങ് ഫ്ലൂയിഡ് അപ് ടു 11 മാർക്ക് എന്നിട്ട് മിക്സ് ചെയ്യാം. ഓർ ഈ ഒരു ഡയലൂഷൻ അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡും സെലക്ട് ചെയ്യാം. ഒരു ട്യൂബിൽ നമ്മൾ 9.95 ml CSF പിപ്പറ്റ് ചെയ്യാം ആൻഡ് 0.05 ml CSF പിപ്പറ്റ് ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞ എന്തോ തെറ്റുന്നത്, 9.95 ml ഡയലൂറ്റിംഗ് ഫ്ലൂയിഡ് പിപ്പറ്റ് ചെയ്യുക, ഒരു ട്യൂബിലേക്ക് പിപ്പറ്റ് ചെയ്തിട്ട് കളക്ട് ചെയ്യുക ആൻഡ് 0.05 ml CSF പിപ്പറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് രണ്ടും മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഡ്രോപ്പ് എടുത്തിട്ട് ഡയറക്ട്ലി ചേംബറിലേക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, the counting chamber is covered with the cover slip provided. The counting chamber is filled with the fluid and allowed to stand for 2 minutes for cell to set. ഈ ചേംബറും ചാർജിങ്ങും എല്ലാം നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് വായിച്ചു പോകുന്നത്. And for counting the cell, CSFH Rosenthal counting chamber is preferred because its depth is twice that of improved Newport chamber. And if undiluted CSF is used, total number of cell counted in 5 square represent total count per cubic millimeter of CSF. Okay, from undiluted ആണെങ്കിൽ നമ്മൾ 5 സ്ക്വയറിൽ കൗണ്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഫിസിക്കൽ ടു എത്ര WBC ഉണ്ടെന്ന്, ടോട്ടൽ നമ്പർ ഓഫ് സെൽ ഇസ് ഫിസിക്കൽ ടു ടോട്ടൽ WBC ഉണ്ടെന്നാണ് അർത്ഥാക്കുന്നത്, പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് CSF. ബട്ട് ഇഫ് നമ്മൾ ഡയലൂട്ട് ചെയ്താൽ ആ ഡയലൂട്ട് ചെയ്ത സാമ്പിൾ യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്തതിൽ എത്ര WBC ഉണ്ടോ ദാറ്റ് ഇൻറ്റു ഡയലൂഷൻ ഫാക്ടർ ദാറ്റ് ഈസ് 20, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എത്ര ടോട്ടൽ WBC ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇതാണ് കാൽക്കുലേഷൻ. ഫസ്റ്റ് റോസെന്തൽ കൗണ്ടിങ് ചേമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ 5 സ്ക്വയർ ആണ്, 5 ലാർജസ്റ്റ് സ്ക്വയർ ആണ് കൗണ്ട് ചെയ്യാം. So calculation number of cell counted divided by area counted into depth, n divided by 5 into 2 divided by 10. If നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ n into 20 എന്ന് പറഞ്ഞ ടോട്ടൽ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഡയലൂഷൻ ഫാക്ടറായ 20നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ടോട്ടൽ WBC കൗണ്ട് കിട്ടും. ഈ ഫസ്റ്റ് റോസെന്തൽ കൗണ്ടിങ് ചേമ്പർ ആണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ. ഇഫ് ന്യൂബാർക്ക് ചേമ്പർ ആണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 സ്ക്വയറിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സോ n ഇൻറ്റു ഡെപ്ത് ഫാക്ടർ ഡിവൈഡഡ് ബൈ ഏരിയ കൗണ്ടഡ് അത് ചെയ്താൽ നമുക്ക് ടോട്ടൽ കൗണ്ട് കിട്ടും. ഇഫ് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽ കൗണ്ട് n ഇൻറ്റു 10 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ നമുക്ക് എത്രയാണോ WBC ഉള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് കോസസ് ഓഫ് ഇൻക്രീസ് സെൽ കൗണ്ട് ഇൻ CSF. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം CSFിലെ കൗണ്ട് നോർമലി ലെസ് ദാൻ 5 ല്യൂക്കോസൈറ്റ് ആണ് പെർ ക്യൂബിക് മില്ലിമീറ്റർ. അതിൽ കൂടുതലും കാണുന്നത് മോണോസൈറ്റും ലിംഫോസൈറ്റും ആണ് നോർമലി കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻക്രീസ്ഡ് കണ്ടീഷൻ ദാറ്റ് ഈസ് മെനിഞ്ചൈറ്റിസ് ആൻഡ് അതർ ഇൻഫെക്ഷൻ ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, intracranial hemorrhage, meningeal infiltration by malignancy, repeated lumbar puncture and ingestion of foreign substance. എന്തെങ്കിലും ഡ്രഗ്സ് ഒക്കെ ഇൻജെക്ട് ചെയ്താലും ചിലപ്പം കൗണ്ട് കൂടാം. ആൻഡ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഓക്കെ, ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ WBC കൗണ്ട് കൂടാം. നോർമലി ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ WBC കൗണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട്. അപ്പോൾ ടോട്ടൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ഇതിൽ ഏതാണ് കൂടുതൽ. ന്യൂട്രോഫിൽ ആണ്, ന്യൂട്രോഫിൽ നോർമലി ഇല്ല എന്ന് പറഞ്ഞു, കൂടുതലും ലിംഫോസൈറ്റും മോണോസൈറ്റും ആണുള്ളത്. സോ പക്ഷേ ഏതാണ് കൂടുതൽ, ടോട്ടൽ കൗണ്ടിൽ ഏതാണ് കൂടുതൽ എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ CSF കണ്ടെയ്ൻ ഓൺലി എ ഫ്യൂ സെൽ ദെൻ ഇറ്റ് ഈസ് സെൻട്രിഫ്യൂജ്. അപ്പം കുറച്ച് സെല്ല് മാത്രമേ CSFിലുള്ളെങ്കിൽ, ടോട്ടൽ കൗണ്ട് ചെയ്തിട്ട് കുറച്ച് സെല്ല് മാത്രമേ CSFിലുള്ളെങ്കിൽ അത് നമ്മൾ എന്തായാലും സെൻട്രിഫ്യൂജ് ചെയ്യണം. ഫോർ 10 minutes സെൻട്രിഫ്യൂജ് ചെയ്യും. എന്നിട്ട് സെഡിമെന്റ് യൂസ് ചെയ്തിട്ട് സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്തിട്ട് എക്സാമിൻ ചെയ്യാം. ഓക്കെ, മെനി സെൽ CSFിൽ കുറേ സെൽ അല്ലെങ്കിൽ ആ ക്ലൗഡിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ആ ഒരു സാമ്പിൾ നല്ല ക്ലൗഡ് ആണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുറേ സെൽസ് ഉണ്ടെന്ന്. സോ ഡയറക്റ്റ്ലി നമുക്ക് അതിൽ നിന്ന് തന്നെ സ്മിയർ പ്രിപ്പയർ ചെയ്യാം, സ്റ്റെയിൻ ചെയ്യാം. മെയിൻലി നമ്മൾ റൊമനസ്കോ സ്റ്റെയിൻ സജസ് ലിഷ്മാൻ സ്റ്റെയിൻ ഒക്കെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ആൻഡ് എക്സാമിൻ അണ്ടർ ദി മൈക്രോസ്കോപ്പ്.
And simple centrifugation of CSF often cause cell breakage and distortion. So cytoscreen അതായത് അത്രയും ഹൈ സ്പീഡിൽ സെൻട്രിഫ്യൂജ് ചെയ്ത് നമുക്ക് സെൽസ് ഒക്കെ പ്രിസർവ് ചെയ്യാനും മോർഫോളജിക്ക് നന്നായിട്ട് ഡിറ്റക്ട് ചെയ്യാനും പഠിക്കാനും പറ്റും. ഓക്കെ. ആൻഡ് ഇൻ നോർമൽ അഡൽട്ട് നോർമലി ഡിഫറൻഷ്യൽ കൗണ്ടിൽ 70% ലിംഫോസൈറ്റും 30% മോണോസൈറ്റും ആണ് കാണുന്നത് നോർമൽ അഡൽട്ടിന്റെ കേസിൽ. ബട്ട് ഇൻ യങ് ചിൽഡ്രൻ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് മോണോസൈറ്റ് ആർ പ്രസന്റ്. ഇതാണ് സംഭവം. അതായത് ഇത് ഡിസീസ് കേസ്ഡ് ആണ്. നേരത്തെ പറഞ്ഞത് നോർമൽ കേസ് 70% 30% മോണോസൈറ്റ്. പക്ഷേ ഇൻ ഡിസീസ് കേസിൽ ചിലപ്പോൾ മിക്സ്ഡ് സെൽ പാറ്റേൺ, അതായത് ന്യൂട്രോഫിലും ലിംഫോസൈറ്റും മോണോസൈറ്റും ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഫീൽഡിൽ കാണാം. അത് മെയിൻലി സീൻ ഇൻ ട്യൂബർക്ലോസ് മെനിഞ്ചൈറ്റിസ്, ഫംഗൽ മെനിഞ്ചൈറ്റിസ് ആൻഡ് ക്രോണിക് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ഇനി പ്രിഡോമിനന്റ് കൂടുതൽ യൂസ്നോഫിൽ ആണെങ്കിൽ മെയിൻലി സീൻ ഇൻ പാരസൈറ്റിക് ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ ആൻഡ് ഓർ റിയാക്ഷൻ ടു ഫോറിൻ മെറ്റീരിയൽ. ഓക്കെ. ഇതൊക്കെ ഡിസീസ് കേസിൽ കാണുന്നതാണ്. ന്യൂട്രോഫിൽ നോർമലി കാണുന്നില്ല, ബട്ട് കൂടുതലും യൂസ്നോഫിലും കാണുന്നില്ല. ഇതൊക്കെ ഈ ഒരു ഡിസീസ് കേസിൽ കാണുന്നതാണ്. ആൻഡ് പ്രിഡോമിനന്റ് ന്യൂട്രോഫിൽ മെയിൻലി സീൻ ഇൻ മെനിഞ്ചൈറ്റിസ്. ബാക്ടീരിയൽ ആവാം, വൈറൽ ആവാം, ഏത് ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസിലും ന്യൂട്രോഫിലായിരിക്കും കൂടുതൽ ഡിസിയിൽ കാണാം. ആൻഡ് സബ്-അരിക്നൽ ഹെമറേജ്, repeated lumbar puncture and introduction of anti-cancer drug or meningeal metastasis. Okay. And predominant lymphocyte is seen also in meningitis, incompletely treated bacterial meningitis or toxoplasmosis, multiple sclerosis, subacute sclerosing and panencephalitis. ഈ ഒരു കേസിലൊക്കെയാണ് ന്യൂട്രോഫിലും ലിംഫോസൈറ്റും ഒക്കെ പ്രിഡോമിനന്റ് കൂടുതലും കാണുന്നത്. ഓക്കെ. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഡയഗ്രാം ഒന്നും ഞാൻ മാറിപ്പോയി. ഇത് ന്യൂട്രോഫിൽ കൂടുതൽ നോർമലി ഇത്രയും ഡി സിയിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. നോർമൽ CSF നോക്കിയാൽ ന്യൂട്രോഫിൽ കാണാൻ പറ്റില്ല. ഇത് പ്രിഡോമിനൻസ് ഓഫ് ലിംഫോസൈറ്റ്. ഓക്കെ. ഇത് RBC ഉണ്ട്, സ്മോൾ ലിംഫോസൈറ്റ്. RBC നോർമലി കാണില്ല, പക്ഷെ RBC സ്മോൾ ലിംഫോസൈറ്റും കാണുന്നുണ്ട്. ഇത് മോണോസൈറ്റിന്റെ പ്രിഡോമിനന്റ്, കൂടുതലും മോണോസൈറ്റ്. ആൻഡ് ഇത് ന്യൂട്രോഫിലും ഉണ്ട്, ലിംഫോസൈറ്റും ഉണ്ട്, RBC ഉണ്ട്. ഓക്കെ. ഇതാണ് ലൈനിങ് സെൽസ് ഓഫ് റിയ അല്ലെങ്കിൽ അരിക്നോഡ് സെൽസ്. എന്താണ് പറഞ്ഞത്. ആൻഡ് ദിസ് ഇസ് ബ്ലാസ്റ്റ് സെൽ. ഓക്കെ. ഇത് മാലിഗ്നന്റ് സെൽ. അതർ സെല്ലിൽ വരുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ലൈനിങ് സെൽസ്. ഓക്കെ. അതർ സെൽസ് ഡിഫറൻഷ്യൽ ലുക്കോസൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാലിഗ്നന്റ് സെൽസ് കാണാം, പിന്നെ ടിഷ്യൂ സെൽസ് സച്ച് ആസ് ലൈനിങ് സെൽസ് കാണാം. ഇതൊക്കെ കാണാം, നേരത്തെ കാണിച്ച സെൽസും കാണാം. അപ്പോൾ ആ ഫീൽഡിൽ നമുക്ക് അതർ സെൽസ് സച്ച് ആസ് ഇങ്ങനെയുള്ള സെൽസും കാണാം. മെയിൻലി ഡിസീസ് കേസിലൊക്കെയാണ്, അല്ലെങ്കിൽ നോർമലി കാണുന്നതല്ല. ചിലതൊക്കെ മാലിഗ്നന്റ് സെല്ലൊക്കെ ക്യാൻസർ ടൈമിലൊക്കെ കാണുന്ന സെൽസാണ്. So apart from mature blood cells, CSF may contain immature hematopoietic cell and cartilage cell. May contain ചിലപ്പോൾ ഈ immature hematopoietic cellും cartilage cells കാണാം. ആൻഡ് ടിഷ്യൂ സെൽസിൽ വരുന്നതാണ് ഈ ലൈനിങ് സെൽസ് ഒക്കെ. ഓക്കെ. ടിഷ്യൂ സെൽസ് കാണാം ആൻഡ് മാലിഗ്നന്റ് സെൽസും കാണാം. അപ്പോൾ ഡിഫറൻഷ്യൽ ലുക്കോസൈറ്റ്സ് കൗണ്ട് ചെയ്താൽ നമുക്ക് ഓൺലി ന്യൂട്രോഫിൽ ലിംഫോസൈറ്റ് അത് ഉണ്ടോ എന്ന് നോക്കുന്നത് മാത്രമല്ല, നമുക്ക് മാലിഗ്നൻസി ഉണ്ടോ എന്നും ഡിറ്റക്ട് ചെയ്യാം. And CSF examination is commonly carried out in acute lymphoblastic leukemia. ഈ ക്യാൻസർ കേസിലാണ് നമ്മൾ മെയിനായിട്ട് CSFന്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യുന്നത് ടു ഡിറ്റക്ട് ദി ക്യാൻസർ സെൽ, ഈ മാലിഗ്നന്റ് സെൽ ഡിറ്റക്ട് ചെയ്യാം. And increased WBC count with the lymphoblast is the evidence of this central nervous system involvements. So central nervous system അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ്? മീൻസ് ഇൻക്രീസ് WBC കൗണ്ട് കാണും, അതിൻ്റെ കൂടെ ഫീൽഡിൽ ലിംഫോബ്ലാസ്റ്റ് നേരത്തെ കാണിച്ച മാലിഗ്നന്റ് സെൽസ് ഒക്കെ കാണാം. ആൻഡ് നോർമൽ CSF should not contain blood cells. ഓക്കെ. ഇതാണ് മാലിഗ്നന്റ് സെൽസ്, ബ്ലാസ്റ്റ് സെൽസ്. ഓക്കെ. അപ്പം ഇത്രയാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ടും ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ടും ആൻഡ് അതർ സെൽസ്.
പിന്നെ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷനിൽ ഒന്ന് വിട്ടുപോയ ഒന്ന് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, താങ്ക് യു.